ഈ എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ എനർജി മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുക, ഓപ്പറേഷണൽ കോസ്റ്റുകൾ കുറയ്ക്കുക, നമ്മുടെ വീടിന് വേണ്ട വെള്ളം, ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ എല്ലാം ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന അത്രയും കുറയ്ക്കുക. ഇതിന് പല പല ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇൻസുലേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. മാക്സിമം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ മാക്സിമം നമ്മുടെ വീടിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പണ്ടത്തെ ഈ ഓടിൻ്റെ മെറ്റീരിയലൊക്കെ ക്ലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസുലേഷൻ, നല്ലൊരു ഇൻസുലേഷൻ കിട്ടും, പുറത്തുള്ള ചൂട് ഉള്ളിലേക്ക് എത്താത്ത രീതിയിൽ. അതുപോലെ നമ്മൾ മാക്സിമം വെന്റിലേഷൻ, നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിലുള്ള ഡിസൈൻസ്. അതുവഴി നമുക്ക് ഇലക്ട്രിസിറ്റിൻ്റെ ഉപയോഗം, അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റും ഫാൻ, AC ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയും. അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് അങ്ങനെ. ഇപ്പം നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റെന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോൾ ആ പ്രാക്ടീസസ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സോളാർ പാനലിൻ്റെ യൂസേജ് ആണെങ്കിലും, അതുപോലെ ഇപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് യൂസ് ചെയ്യുക, നമ്മൾ പ്ലാന്റേഷൻസ് തന്നെ ഇപ്പോൾ ടെറസിലൊക്കെ, ഇപ്പോൾ പണ്ടൊക്കെ ടെറസോ വേക്കൻ്റായി കിടന്ന് ഇപ്പോൾ ടെറസിൽ ഗാർഡൻസ് സെറ്റ് ചെയ്യുന്നു. അങ്ങനത്തെയൊക്കെ ഒരുപാട് കൾച്ചേഴ്സ് ഇപ്പോൾ റീസെൻറ്റ് ടൈംസിലൊക്കെ ആയിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. വളരെ ആരോഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അലൻ പറഞ്ഞ പോലെ തന്നെ ഡിസൈനിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതിലിപ്പോൾ പലരും കേട്ടിട്ടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നെറ്റ് സീറോ എനർജി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ഉണ്ടാകുന്ന ഒരു കാർബൺ ഫുട് പ്രിൻറ്റ്സ് പോലും നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന രീതിക്കുള്ള തരത്തിലുള്ള ഡിസൈൻ. ഇത് ഇനീഷ്യലി നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്ന സമയത്ത് ആണെങ്കിലൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രീൻ ബിൽഡിംഗ് കോഡ് ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ സെറ്റ് ചെയ്യാന്നൊക്കെയുള്ള രീതിക്ക് നമുക്ക് ഒരുപാട് എവല്യൂഷണറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ ഡിസൈനിങ് സമയത്ത് തന്നെ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ പ്ലാൻ എങ്ങനെ വരുന്നു, അതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ വരുന്നു, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമാണ്. അതിൽ നമുക്ക് വാട്ടർ റീസൈക്ലിംഗ്, ഒരുപാട് അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അഗൈൻ എനർജി റിസോഴ്സസ്, നമുക്ക് എനർജി ജനറേഷൻ മുതൽ തൊട്ട് യൂസേജ് എല്ലാം അതിൽ വരുന്ന കാര്യങ്ങൾ. അത് ചെറിയ ലോ സ്കെയിലിൽ നമുക്കൊരു വീടുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ ലാർജ് സ്കെയിലിൽ നമുക്ക് വലിയ ഹൈ റൈസ് ബിൽഡിങ്സിലേക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ അതിലേക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാളേഷൻസ് ഇപ്പോൾ പലതും, ഇപ്പോൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് പലതും ഉണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി കറക്റ്റായിട്ടൊരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ അതിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അതിന് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഇപ്പോൾ സോളാർ പാനൽ ഇപ്പോൾ പലരും ചെയ്തു വരുന്നുണ്ട് വലിയ ബിൽഡിങ്സിലൊക്കെ ആണെങ്കിലും. പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ ഒരു അതൊരു പാർട്ട് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർലി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് പറ്റുന്ന, ഇനീഷ്യൽ കോസ്റ്റ് മേ ബി പല കാര്യങ്ങൾക്കും ചെയ്തു വരുമ്പോൾ, ഓൾ ടുഗദർ ചെയ്തു വരുന്ന സമയത്ത് കൂടുതലാണെങ്കിൽ പോലും അത് എന്താ പറയുക, ഓൺ ദ ഗോ നമ്മൾ റൺ ചെയ്ത നെക്സ്റ്റ് ഒരു 5 or 10 years നമുക്ക് ഒരുപാട് സേവിങ്സ് ഉണ്ടാകാൻ സാധിക്കുകയും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ആണ് ശരിക്കും പാസീവായിട്ടുള്ള പിന്നെ ഡിസൈൻ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോസ്റ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഓറിയന്റേഷൻ, നമ്മുടെ ഡിസൈൻ പ്ലാൻ ചെയ്യുന്ന രീതി ഒക്കെ വെച്ച് തന്നെ നമുക്ക് ആ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ബാക്കി മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ മോഷൻ സെൻസർ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് തന്നെ ഓഫ് ആവുക, അങ്ങനെ ടൈം വേസ്റ്റ്, പിന്നെ എനർജി വേസ്റ്റ് ആക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള
സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലാതെ തന്നെ പാസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് വേറെയാണ്. അത് പ്രോപ്പർലി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അധികം കോസ്റ്റിലേക്ക് പോവാതെ തന്നെ ഒരുവിധം നമുക്ക് ഈ പറഞ്ഞ പോലുള്ള പല കാര്യങ്ങൾ അവൈൽ ചെയ്തിട്ട് നമുക്ക് മോഡേൺ ആയിട്ടുള്ള എന്നാൽ അതേസമയം എനർജി കൺസർവിങ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ ഡിസൈൻസ് ആണോ മോഡേൺ ഡിസൈൻസ് ആണോ കൂടുതൽ പ്രിഫറബിൾ? കേരള ട്രഡീഷണൽ ഡിസൈൻസ് നമ്മുടെ ഒരു അഭിമാനമാണ്. അതിൻ്റെ നമ്മുടെ ഒരു പാരമ്പര്യവും നമ്മുടെ കുറേ ഓർമ്മകളൊക്കെ തരുന്ന ഒരു ഡിസൈൻ രീതിയാണ്. അതിൽ വരുന്ന നമ്മുടെ ഈ സ്ലോപ്പിംഗ് റൂഫുകൾ, കോർട്ട്യാർഡ്, വരാന്ത, അതിൻ്റെ ഒരു ടെക്സ്ചർ, ഇതെല്ലാം നമുക്ക് ഒരു പ്രത്യേക ഫീൽ തരും. നമ്മൾ ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഫീൽ വരും. പക്ഷേ മോഡേൺ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ രീതി എന്ന് പറയുമ്പോൾ ഫങ്ഷനാലിറ്റി ഉറപ്പുവരുത്തുന്ന, മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള പിന്നെ നിർമ്മാണ രീതി. ഇത് പേഴ്സണലി എനിക്ക് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്ത് ചെയ്യുന്നതാണ് താല്പര്യം. കാരണം ഈ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഇന്നത്തെ ജീവിതം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പല കേരള ട്രഡീഷണൽ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി പഴയ കാലത്തെ പല ഓർമ്മകളും നിലനിർത്തി, ലൈക്ക് ഈ കോർട്ട്യാർഡ്, വരാന്ത, ഇതൊക്കെ നമ്മുടെ ഡിസൈനിൽ ഉൾക്കൊള്ളിച്ച് ഒരു എഫിഷ്യൻ്റായിട്ട് കൂടുതൽ ഫങ്ഷണലും സിമ്പിളും ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 3 BHK വീട് 6 മാസത്തിൽ പണി തീർക്കാം എന്ന് പറയുന്നത് ശരിക്കും പ്രാക്ടിക്കൽ ആണോ, അതോ ജസ്റ്റ് അത് വെറുതെ ഒരു മാർക്കറ്റിംഗിന് വേണ്ടി പറയുന്നതാണോ? ഇപ്പോൾ ഏതൊരു കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട ചോദ്യം, ഒന്ന് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനും, മറ്റത് അതിൻ്റെ ടൈം, എത്ര സമയത്തിനുള്ളിൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമെന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ആ രീതിക്ക് നോക്കുന്ന സമയത്ത് ഏതൊരാളും ആകർഷിക്കപ്പെടുന്നത് ഇപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള പല സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടി പല രീതിക്കും പലരും ഈ പറഞ്ഞ പോലെ 6 months 4 months എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത്. ഇപ്പോൾ 3 BHK വീട് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരിക്കലും അങ്ങനെ ജനറലൈസ് ചെയ്ത് ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. 3 BHK തന്നെ ഇപ്പോൾ നമുക്ക് 1200 സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ സ്റ്റോറി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അതേ സമയത്ത് ഒരു 3000-3500 സ്ക്വയർ ഫീറ്റിലൊക്കെ വേണമെങ്കിൽ ഡബിൾ സ്റ്റോറി അല്ലെങ്കിൽ 3 നിലയായിട്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്യാം, സൈറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച്. അപ്പോൾ ഇതിൽ നമുക്ക് 3 BHK വീട് ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വോള്യത്തിനെ ബേസ് ചെയ്തിട്ട് ഇത്ര സമയം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2 നില വീടാണെന്ന് കൺസിഡർ ചെയ്യാം. 2 നിലയ്ക്കും കൂടെ വരുന്ന 2 സ്ലാബിൻ്റെ ബേസിക് പോണ്ട് ക്യൂറിങ് ടൈം തന്നെ ശരിക്കും പറഞ്ഞാൽ 2 സ്ലാബും കൂടെ 1 മാസം എടുക്കും ശരിയായ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ ബാക്കി സ്ട്രക്ചറൽ കാര്യങ്ങൾ അതെല്ലാം അതിൽ വരുന്ന കാര്യങ്ങൾ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഏരിയ മാത്രമല്ല പക്ഷേ ഒരു ഫാക്ടർ, അതുപോലെ പല ഫാക്ടേഴ്സ് വരാറുണ്ട്. ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒരു ഫാക്ടറാണ്, ബേസിക് ആയിട്ട് വരുന്നത്. നമുക്ക് സോയിൽ കണ്ടീഷൻ ഒരു വലിയ കാര്യമാണ്. സോയിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാതെ നമുക്ക് ഒരിക്കലും ഏതൊരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബിൽഡിങ് എവിടെ പണിയുന്നു, എപ്പോൾ പണിയുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എപ്പോൾ തീർക്കും എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഇത് എപ്പോൾ തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറില്ല പലപ്പോഴും. ഇപ്പോൾ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ ആവും. അതുപോലെ തന്നെ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒരു ഫാക്ടർ ആവാം. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് വരുന്ന കാര്യമാണ്. പിന്നെ ഇതൊക്കെ ഒരു കൺവെൻഷണൽ മെത്തേഡിലൂടെ പോകുന്ന സമയത്ത്, അപ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇപ്പോൾ 3D പ്രിന്റിങ്ങോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഗതി, ഇപ്പോൾ ഇന്റർലോക്കിംഗ് ഒരു കോൺസെപ്റ്റ്, ഇത് മെറ്റീരിയൽ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ കൺസ്ട്രക്ഷൻ രീതികൾ പിന്തുടരുന്ന സമയത്ത് നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാം. കോസ്റ്റ് സേവിങ് പറയുന്നില്ല, അതെല്ലാം അത് ഓരോന്നിൻ്റെ അനുസരിച്ചിട്ട് മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈം കൺസംഷൻ ഈ കാര്യത്തിലൊക്കെ ഒരുപാട് ഇത് വരാം. പക്ഷെ നമ്മൾ ഇതൊക്കെ വ്യാപകമായി ചെയ്തു വരുന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു പ്രൊസീജിയറും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കൺവെൻഷണൽ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരിക്കലും ജനറലൈസ് ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കാം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വലിയൊരു ഘടകമാണ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വലിയൊരു ഘടകമാണ്, ഈ സോയിൽ കണ്ടീഷൻസ് ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഡബിൾ സ്റ്റോറി ഒരു വീട് തന്നെ കൺസിഡർ ചെയ്യുക. 2 സ്ലാബിൻ്റെ ബേസിക് നോർമലി വരുന്നൊരു ക്യൂറിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ
2 സ്ലാബിനും കൂടെ 1 മാസത്തെ ക്യൂറിംഗ് പീരീഡ് മാത്രം നമ്മൾ പോൺ ക്യൂറിംഗ് വെള്ളം കെട്ടി നിർത്തേണ്ട ഒരു സമയം തന്നെ വരുന്നുണ്ട്. പക്ഷേ 8 or 7 ദിവസം ഈ പറഞ്ഞ വെള്ളം കെട്ടി നിർത്തി ക്യൂർ ചെയ്തിട്ട് അത് കഴിഞ്ഞ ഉടനെ കൺസ്ട്രക്ട് ചെയ്ത് പോകുന്ന ആളുകൾ ഇപ്പോഴും മാർക്കറ്റിൽ അങ്ങനെ ചെയ്തു പോകുന്ന ആളുകൾ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. മെറ്റീരിയൽസ് യൂസേജ് കൃത്യമായ രീതിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ, കൃത്യമായ സമയം കൊടുത്ത് ഉപയോഗിച്ചില്ലെങ്കിലൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായത്. നമ്മളെപ്പോഴും ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലും ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇത്ര സമയം എടുത്തുള്ളൂ, അതുകൊണ്ട് ഇത്ര സമയം എടുക്കുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഡിസൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം നമ്മൾ ഏത് മെത്തേഡിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് കൃത്യമായി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ പ്രാക്ടിക്കലി നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് ആദ്യം കൂട്ടി എഞ്ചിനീയറായിട്ടോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റായിട്ടോ ഡിസ്കസ് ചെയ്ത് കറക്റ്റായിട്ടൊരു ഇതിലേക്ക് എത്തുക. എന്നിട്ട് അവരുമായിട്ട് അവർക്കത് കേപ്പബിൾ ആണെന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തതിന് ശേഷമാണ് വർക്ക് അവാർഡ് ചെയ്യുക. ട്രഡീഷണൽ സ്റ്റൈൽ വീടുകൾ അനുകരിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ട്രഡീഷണൽ സ്റ്റൈൽ വീട് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ട്രഡീഷണൽ സ്റ്റൈൽ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രഡീഷണൽ സ്റ്റൈൽ വീട് വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വിഷ്വൽ എലമെൻറ്റ്സ് ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യാതെ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ വീടുകളുടെ ഒരു ഫീലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംഫർട്ടോ കിട്ടാതെ വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ വുഡ് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള പല എലമെൻറ്റ്സ് വുഡ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പോഴത്തെ വുഡിൻ്റെ ലഭ്യത കൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ആ ഒരു തെർമൽ കംഫർട്ടും അതൊക്കെ കുറയും. പിന്നെ നടുമുറ്റം പോലെയുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവുകൾ മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീട് ഭയങ്കര കൺജസ്റ്റഡ് ആയി പോവുകയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് സ്പേസുകൾ വരും. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. പിന്നെ കറക്റ്റ് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ വരുമ്പോൾ ഈ കുത്തിപ്പോകുന്ന പ്രശ്നം വുഡിന് ആണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ കാണാറുള്ളത്. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ട്രഡീഷണൽ വീട് ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല.